ഹായ്, ഇത് നമ്മുടെ ഒരു ഓൺഗോയിങ് പ്രൊജക്റ്റ് ആണ്. ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രഡീഷണൽ കൊളോണിയൽ ആർക്കിടെക്ചർ മിക്സ് ചെയ്ത് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയോടുകൂടി ചെയ്തെടുക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. നമ്മുടെ ക്ലയന്റിന്റെ ആവശ്യപ്രകാരം അങ്ങനെ ചെയ്യുകയാണ്. അതിന്റെ ഭാഗമായിട്ട് കുറേ എലമെന്റ്സ് കമ്പോണൻസ് നമ്മൾ അതിനകത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്പോണൻസ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. 100% വളരെ ക്വാളിറ്റിയോടുകൂടി നല്ല രീതിയിൽ ചെയ്തെടുക്കുന്ന ഒരു സൈറ്റ് ആണ്. ഇതിന്റെ തുടക്കം മൂലം പറയുവാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഫൗണ്ടേഷൻ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഫില്ലർ ബീം ഫൗണ്ടേഷൻ അല്ല, അതായത് പുട്ടിങ് കയറി വന്നിട്ട് പില്ലറിൽ അത് ബീമാക്കി ആ ബീമിൽ കയറി വന്നേക്കുന്നത്. കാരണം ഇവിടെ ലാൻഡിന് ചെറിയ ഒരു ഇൻക്ലൈൻഡ് ലാൻഡായിരുന്നു, ചെരിവുള്ള ലാൻഡായിരുന്നു. അതിനെ നമ്മൾ ലെവലാക്കി എടുക്കാനായിട്ട് വില്ലർ സെറ്റ് ഔട്ട് ചെയ്ത് വില്ലർ കയറി പിന്നെ മണ്ണ് ഫില്ല് ചെയ്ത് അത് ലെവലാക്കി അതിൻ്റെ മണ്ടേ പിന്നെ ബേസ്മെൻറ്റ് ചെയ്ത് അങ്ങനെ കയറി വന്നേക്കുക. അപ്പോൾ ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് ഒഴിവാക്കുവാൻ അതുണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം എടുത്തിട്ട മണ്ണാണ് ഇവിടെ കൂടുതലും. ഇച്ചിരി ആഴത്തിൽ പില്ലറുകൾ പോയി അവിടെ അത് ഉറപ്പിച്ചില്ലെങ്കിൽ അത് സെറ്റിൽ ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ഈ ടേബിൾ ഈ ലെവല് നമ്മൾ ക്ലിയർ ചെയ്തെടുത്ത് അങ്ങനെയാണ് ഈ കൺസ്ട്രക്ഷൻ കയറി വന്നേക്കുന്നത്. ഇതൊരു 3 BHK ഹൗസാണ്. 3 ബെഡ്റൂം, ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. അതുകൂടാതെ അടുക്കള മോഡുലാർ കിച്ചണും അതുപോലെ തന്നെ ഡേർട്ടി കിച്ചണുമാണ് പിന്നെ വരുന്നത്. പിന്നെ വിശാലമായ ഒരു ഹോള് വരുന്നുണ്ട്. ഹോളിൻ്റെ ഇന്റീരിയർ പാർട്ടീഷൻ വന്നു കഴിയുമ്പോൾ ഒരു ലിവിങ് ഏരിയ ഇവിടെ വരും. അതുപോലെ തന്നെ ബാക്കിയുള്ള അനുബന്ധ സൗകര്യങ്ങളുണ്ട്. ടെറസുണ്ട്. ടെറസിൻ്റെ മുകളിൽ തന്നെ നമുക്ക് നമ്മുടെ ലോണ്ട്രി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണങ്ങാനും കാര്യങ്ങൾക്കൊക്കെയുള്ള സൗകര്യങ്ങൾ മേളിലുണ്ട്. ഇങ്ങനെയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പിന്നെ കാർപോർച്ചുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിനുണ്ട്. ഇതിന് പൂർണ്ണമായി വാസ്തു കണക്കുകൾ അനുസരിച്ച് നിർമ്മിച്ചിരിക്കുന്ന വീടാണ്.